ഒരാളെ കണ്ട്. പക്ഷേ അയാളെ കണ്ടിട്ട് എനിക്ക് ഓർമ്മയുള്ള പോലെ. എന്തായാലും ഞാൻ നാട്ടിലോട്ട് വരാം. നീ ഇത് ആരെ കണ്ടെന്ന് പറയാ? ആ ശരി, നീ നാട്ടിലോട്ട് വായോ. പക്ഷെ ഞാൻ ഇപ്പം കുറച്ച് തിരക്കില്ല, ഞാൻ നിന്നെ വിളിക്കാം. ശരി എന്നാ. ഓ ഇവനെന്താ? ഹലോ. ഹലോ കേക്കാടാ, പറ. എന്താ വിളിച്ചത് നീ? എടാ, അത് പിന്നെ ഒരു പ്രശ്നമുണ്ട്. ആ ആൻ്റണി ഇല്ലേ, അവൻ മഹിയുടെ വീട്ടിൽ ഇന്നലെ പോയിരുന്നു. വിൻസെൻ്റങ്ങളാ ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞത്. വാട്ട്? ഓ മൈ ഗോഡ്, നമുക്ക് പണിയാവൂലോ ഇത്. തീർച്ചയായിട്ടും പണിയാവും. നീ ആ ഹോപ്പീനെയും കൂട്ടി നമ്മുടെ കഫേയിലോട്ട് വാ. ആടാളിയാ, ശരിയെന്ന്. നീ വിൽക്കി, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ആടാ, എന്താ പറയുക, ഞാനിവിടെ കുറച്ച് തിരക്കിലായിരുന്നു. കുറച്ച് ഷോപ്പിങ്ങിന് വന്നതാ. എന്താ കാര്യം? ആടാ ഓക്കെ, നീ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് നമ്മുടെ കഫേയിലോട്ട് വരണേ, ഒരു പ്രശ്നമുണ്ട്. എന്താടാളിയാ ഇതിന് മാത്രം പ്രശ്നം? എന്താ വരുന്നു? അത് പിന്നെ ആ ആൻ്റണി അവൻ മഹിയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടാന്ന്. ഓ മൈ ഗോഡ്. ശരി, ഞാൻ എന്താ വരുന്നു. ഓൺ ദ വേ. ഇന്ന് നിങ്ങൾക്കറിയോ, എൻ്റെ മകളുടെ ഓർമ്മ ദിവസം. അന്നങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ. സാറ് പേടിക്കണ്ട, അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അതല്ല എനിക്ക് മനസ്സിലാവത്തെ, അവനെന്താ ഒരു ബന്ധമില്ലാതെ സംസാരിച്ചു. ആ ചെറുക്കന് അന്നെന്തോ തലയിൽ അടിയൊക്കെ കിട്ടി, അവന്റെ ഉള്ള ബോധവും പോയി. ഇപ്പൊ മറയിലൊക്കെ നടക്കാം. അപ്പൊ പിന്നെ പരിസര ബന്ധമില്ലാതെ സംസാരിച്ചല്ലേ അതിശയുള്ളൂ. എന്തായാലും തേടിയ വഴി കാലിവത് ചുറ്റല്ലോ, അത് മതി. ജെസിക്കുട്ടി, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാവേ. ആടാ മോനെ, പെട്ടെന്ന് പോയിട്ട് വരണേ. ആ ജെസിക്കുട്ടി, പെട്ടെന്ന് തന്നെ വന്നോളാം. എന്ത് നല്ല സ്ഥലം ഇത്. ആരും താനോ? താനെന്താടോ ഇവിടെ? ആരും നീ മറന്നുപോയോ? നീ എവിടെയുണ്ടോ അവിടെ ഞാനും കാണും. തന്നെ താനൊരു കാര്യം മനസ്സിലാക്ക, ഞാനൊരു സ്ട്രേഞ്ചർ മാത്രമാണ്. വെറുതെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നാലുണ്ടല്ലോ, താൻ എൻ്റെ നിന്ന് മേടിക്കും. അടിക്കണോ അടിക്കാണ്ടിരിക്കണോ അതൊക്കെ നിന്റെ ഇഷ്ടം. ദെൻ ഓക്കെ മിസ്റ്റർ സ്ട്രേഞ്ചർ, നമുക്കൊരു കോഫി അടിച്ചാലോ? എന്താ ഒട്ടുണ്ടോ? ഓക്കെ. എന്തിനാ തൊങ്കടന്നു ചിരിക്കുന്നത്? ഞാൻ ചുമ്മാ വന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. ഓക്കെ മിസ്റ്റർ സ്ട്രേഞ്ചർ, എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കാണ്ട് വാ പോവാ. എടാ, ആ ആൻ്റണി ഉണ്ടല്ലോ, ഇന്നലെ മഹിയുടെ വീട്ടിലോട്ട് പോയി. അവൻ്റെ ഉദ്ദേശം എന്തായാലും നല്ലതല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് രാവിലെ ഞാൻ ജെസിക്കുട്ടിയെ വിളിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്തായാലും ആന്റണി ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരുന്റെ ജീവന് തന്നെ ആപത്തായിരിക്കും. ഇങ്ങനെ പോയാൽ എബിൻ വരേണ്ടി വരുമല്ലോ മോനെ. എന്തായാലും എബിനെ വിളിക്ക്. ആടാ, അത് നീ പറഞ്ഞാൽ ശരിയാ. എന്തായാലും ഞാനെന്നാ അവനെ വിളിക്കട്ടെ. ശരി എന്നാ ഞങ്ങൾ ഇറങ്ങാ, ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ടേ. ശരിടാ, എന്നാൽ ഞങ്ങൾ ഇറങ്ങിയേക്കാം. നീ നേരെ വീട്ടിലോട്ടല്ലേ? അപ്പോൾ ബൈ. ആടാ, വീട്ടിലോട്ടാ. ശരി എന്നാ, നിങ്ങൾ വിട്ടോ. ചെറുക്കം മര്യാദക്കിരുന്നു. നീ കാണിക്കുന്ന കണ്ടിട്ട് ഇവിടെയുള്ള ആൾക്കാരില്ല എന്നെ നോക്കുക. ഹേ മിസ്റ്റർ സ്ട്രേഞ്ചർ, നീ എന്നെ ഇങ്ങനെ കുറ്റം പറയണ്ട. അല്ലെങ്കിലും ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്നാലേ സ്ട്രേഞ്ചർ ഇവിടെ കിടന്നു, ഞാൻ പോവാ.
വന്നു. ഓ വന്നോ, സന്തോഷം. അല്ല, ഇവിടെ രണ്ടുപേരുണ്ടെന്ന് നിനക്കൊരു ബോധമുണ്ടോ? അവിടെ പോയാൽ അവിടെ പെറ്റ് കിടക്കും. ജീനിക്കുട്ടി സോറി, ക്ഷമിക്ക്. അല്ല, വേർ ഇസ് മൈ ഡാഡാ? അങ്ങേര് രാവിലെ തന്നെ ഓഫീസിലെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇനി എപ്പോ വരുമെന്തോ അറിയത്തില്ല. ആ പിന്നെ നീ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്ന മോനെ? ആ മമ്മി, ഞാൻ കഴിച്ചിട്ടാ വന്നേ. പിന്നെ ഞാനൊന്ന് പുറത്തു പോവാ, എനിക്ക് ജിമിനെ ഒന്ന് കാണണം. ആടാ, പോകുന്നൊക്കെ കൊള്ളാം, പെട്ടെന്ന് തിരിച്ചു വരണം. ഓക്കെ മമ്മിക്കുട്ടി. ഇതെന്താ ഇവിടെ ഒരു ആനക്കോച്ചില്ലാത്ത? എന്താ ഇവിടെ ഇല്ലേ? ചേടാ, വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ. അങ്കിൾക്ക് എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? ഇനിയിപ്പോ ആര്യന്റെ ജീവന് തന്നെ ആപത്തായിരിക്കും. എനിക്കത് അറിയാം മോനെ, പക്ഷെ എന്ത് ചെയ്യാനാ? ആ, എന്തേലും വഴിയുണ്ടാക്കാം. എന്തായാലും എബിനെ വിളിക്കണം. ജിമിൻ എബിനെ വിളിച്ചിട്ടുണ്ട്. ആ അങ്കിളെ, എബിനെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും അവൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇതാര്? ഡെറിക്കോ? വാടാ, കേറിയിരിക്കേ. ആ ഇച്ചാൻ പറഞ്ഞ ശരിയാ, നീ കയറിയിരിക്കെ, ഞാൻ കോഫി എടുത്തേക്കാം. അതൊന്നും വേണ്ട ജീനി, ഞാനിപ്പോ കോഫി കുടിക്കാനുള്ള ഒരു മൂഡിലല്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം. ഇവിടെ ഇരിക്കും. ഇന്ന് നമ്മുടെ പ്ലാൻ എല്ലാം ഓക്കെ അല്ലേ? ഇന്ന് അവനെ പൊക്കണം. അതെ, ഇന്നെല്ലാം ഓക്കെയാണ്. ഇന്ന് എവിടെ വെച്ച് എത്ര മണിക്ക് എന്ന് മാത്രമേ ഇനി പറഞ്ഞാൽ മതി. ആ, അതൊക്കെ ഞാൻ പറയാം, ടൈമുണ്ടല്ലോ. ഇച്ചായ, ഇത്രയും രാത്രി എന്നിട്ട് എന്റെ കുഞ്ഞ് ഒന്ന് ഫോൺ എടുക്കൂ, അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. എന്റെ ജീനി, നീയും സമാധാനിക്കുക, അവൻ വരും. വിൻസെന്റ്, ജെസിയും ആരും അവരുടെ കസ്റ്റഡിയില്ല. ഇപ്പൊ എന്നെ വിളിച്ചോളൂ, നമുക്ക് ഉടനെ അവിടെ പോകണം. ഓഹോ, അപ്പോ എന്റെ കൊച്ചിനെ പഞ്ഞ പുലയാടി മക്കളുടെ കസ്റ്റഡിയിലാണല്ലേ? ഇച്ചായ, എനിക്കൊന്നും അറിയണ്ട. ഇന്ന് ഇപ്പോ എനിക്ക് എൻ്റെ കൊച്ചിനെ ഒരു പോറല് പോലും ഇല്ലാണ്ട് ഇവിടെ കാണണം. അവരെ കൊന്നിട്ടോ എന്തോ, എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് എൻ്റെ കൊച്ചിനെ വാടാ പിള്ളേരെ, ഇന്ന് അവന്റെ അന്ത്യമായിരിക്കണം. ആ, ഇതാര്? വരണം. ഡാ, എല്ലാണത്തിന് പച്ചയ്ക്ക് കത്തിച്ച് പണി ഒഴിക്ക്. ഡാ, നിനക്കൊക്കെ എന്താടാ വേണ്ട? മര്യാദക്കിന് ജേസിക്കുട്ടിയെ വിട്ടയക്ക്. അതെങ്ങനെ വിടാനാ? ഇവളെ ഇന്ന് കൊല്ലാൻ പോവുക. നീയൊക്കെ ജോമത്തെ പോലും തൊട ധൈര്യം ഉണ്ടെങ്കിൽ തൊടറാ. ജെസിക്കുട്ടി, മാറി നിൽക്ക്. മാറി, നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടായിട്ടാ അവനെ നീ കൊന്നത്? അത് ഇവർക്ക് വേണ്ടിട്ട് മോനെ കൂടാതെ ചതിക്കായിരുന്നല്ലേടാ നീ? ആരടാ നീ മയിരെ? ആഹാ, അതിന്റെ അത്ര ഞാൻ പറഞ്ഞാതിയോ? ప్రళయం ప్రళయం దుష్కృత బలయం ప్రబలం ప్రచలం దుర్దమ నిలయం అసని పాత అజస్రం. അപ്പൊ എന്റെ പേര് മറന്നിട്ടില്ലല്ലോ. ഇച്ചായ, ഇവനങ്ങ് തീർത്തോളാണല്ലോ. കുറെ നാളെ ഞാൻ സഹിക്കുന്നു. നീ നിന്റെ കൂടെ നിന്ന് എന്നെ ചതിക്കുന്നു. ഓഹോ, അതറിയാ ഇത്ര താല്പര്യോ സൗകര്യമില്ല പറയാൻ. എബിനേട്ടാ, നിങ്ങള് ആഹാ ഫസ്റ്റ് വന്ന് പണി തുടങ്ങി കാണൂലോ. അപ്പോ ആഹാ, ഇതാരി സഖാവ് ഇവിടെ ഉണ്ടായിരുന്നോ? ഹലോ മിസ്റ്റർ ആന്റണി. പിന്നെ ഇനിയിപ്പോ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എബിനേട്ടൻ എല്ലാം പറഞ്ഞല്ലോ അല്ലേ? കേട്ടോ,
പൊന്ന പോലെയാടി മോനെ, നീ എന്താ കരുതിയ നിനക്ക് മാത്രം ചാരനെ വെക്കാൻ പറ്റുള്ളൂന്ന്? അപ്പൊ നിനക്ക് അവിടെ തെറ്റി. കാരണം നമുക്ക് ഇവിടെ ഒരു ചാരനെ നീ തന്നപ്പോ നമ്മളും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും വെക്കണ്ടേ ആന്റണി? എന്തായാലും ഇപ്പൊ നിന്റെ ഡൗട്ടൊക്കെ മാറിക്കാണുമെന്ന് വിചാരിക്കും. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞതാ, കളിക്കുമ്പോ താരത്തിൽ നോക്കി കളിക്കാൻ. എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നപ്പോഴേ ഞാൻ വന്നു. ലൊക്കേഷൻ? ഓ, അപ്പോ എന്റെ കൂടെ നിന്ന് എനിക്കിട്ടനെ ഉണ്ടാക്കിയല്ലേ? ഓ, അപ്പൊ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ കണ്ടിട്ടാണ് നിങ്ങളൊക്കെ ഇവിടോട്ട് എഴുന്നള്ളത്. പിന്നെ എന്ത് ചെയ്യാനാ, എന്റെ കൂട്ടുകാരന്റെ അനിയനെ സ്വന്തം അനിയനെ പോലെ കണ്ടപ്പോ നീ അവനെ തീർത്തില്ലേ? അപ്പോ ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? നിങ്ങളൊക്കെ എന്റെ മോളോട് കാണിച്ചത് ഞാൻ തിരിച്ചു കാണിച്ചിട്ടുള്ളൂ. നിന്റെ മോൾ നിന്നെ പോലെ വിഷവിത്തല്ലേ. അപ്പോൾ അവൾക്ക് ഈ ഗതി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സോ കർത്താവ് അവളെ അറിഞ്ഞുകൊണ്ട് വിളിച്ചായിരിക്കും. നീയൊക്കെ ഇന്ന് ഇവിടുന്ന് ജീവനോട് പോയില്ല. പിള്ളേരെ, ഇവന്റെ ഈ ചലപ്പ് കേട്ടിട്ട് നീ നല്ലൊരു ദേഷ്യം വരുന്നു. എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ട് വാ, പോവാൻ നോക്കാം. അപ്പൊ ഇങ്ങനെ തുടങ്ങുമല്ലേ? പ്ലീസ് എല്ലാം ഇട്ടേക്ക്, മതി. ഞാനിനി ഒന്നിനും വരില്ല. അതെങ്ങനെ ശരിയാവും? നീയായിട്ടല്ലേ നമ്മളെ വിളിച്ച് വരുത്തിയേ. എന്റെ വിഷം ചീറ്റുന്ന സർപ്പത്തിന് ഇപ്പൊ പേടിയായോ? വലിയ പഞ്ച് ഡയലോഗൊക്കെ അടിച്ചതല്ലേ? അപ്പോ ഇതൊക്കെ സഹിക്കേണ്ടി വരും. ഗുഡ് ബൈ ആന്റണി, റെസ്റ്റ് ഇൻ പീസ്. ഈ ചായ ഓടി വന്നേ. വാ, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ചായ. എടാ മോനെ, വാ, വീട്ടിക്ക് നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോവാം. പക്ഷേ ഡെർക്കങ്ങളുടെ ജേസിക്കുട്ടിയെ കാണാനില്ലല്ലോ. നിങ്ങള് ഇവനെ കൊണ്ട് പോ, ഞാൻ അവരെയും കൊണ്ടുവരാം. എനിക്ക് തോന്നുന്ന വെടി അവനെ ഏറ്റിട്ടുണ്ട്. വാ, ഞാൻ കാർ എടുക്കാം. അയ്യോ, ഈ ചായ, ഈ ചായ. ഈ ചായ. എനിക്കൊന്നും വരില്ല. പപ്പ, മമ്മിക്ക് എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. സോറി, ഇതുവരെ ഒന്നും പറയാറായിട്ടില്ല. ഹാർട്ട് മാറ്റി വെച്ചത് ഈ ഇടയ്ക്ക് ആയത് കൊണ്ട് അവിടെ വെടി കൊണ്ടിരിക്കുന്നത്. നമുക്ക് പറ്റുന്ന അനുസരിച്ച് മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇതേ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ജെസ്സി ആളൊക്കെയാണ്, ഇപ്പോൾ കണ്ണ് തുറന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു പോലീസ് കേസ് ആക്കാത്തത് എവിൻ പറഞ്ഞത് കൊണ്ട് മാത്രം. ആണോ ഡോക്ടർ? അപ്പോൾ എനിക്ക് കാണാമല്ലോ. താങ്ക്സ് ഡോക്ടർ. ഇതിന്റെ പേരിൽ നിങ്ങൾക്കോ ഈ ഹോസ്പിറ്റലിനോ ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇനി ഒന്നും കൂടെ താങ്ങാനുള്ള ശക്തി എനിക്കില്ല ചായ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എന്തായാലും തീർന്നല്ലോ ഇതോടെ. അവന്റെ കാര്യം കഴിഞ്ഞു. ബട്ട് ആരും ഇനി സത്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് അവന്റെ ലൈഫിനെ തന്നെ ബാധിക്കും. ബിക്കോസ് ഇന്നലെ എലിസ വിളിച്ചിരുന്നു. അവൾ അവനോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അവൾ അവനെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. ഒരു ദിവസം കോഫി ഷോപ്പിൽ അവൾ അവനെ കണ്ടു. അപ്പോഴാണ് അവൻ അവന്റെ കൂടെ ആരോ ഉള്ളത് പോലും സങ്കല്പിച്ച് അയാളുമായി
കളിച്ച് ചിരിച്ച് നടക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. അപ്പൊ തന്നെ അവള് ഇതിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്തു. അവളൊരു ഡോക്ടറാണ്. അപ്പോ അവളുടെ ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടേഴ്സിനോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇത് DID എന്നുള്ളൊരു രോഗം ഉള്ളവർക്ക് വരുന്നതാണ്. അതായത് അവരുടെ മനസ്സിലുള്ള ഓരോരുത്തരായിട്ട് സങ്കല്പിച്ച് അവര് റിയൽ ലൈഫിൽ അവരോടൊപ്പം ഉള്ളതുപോലെ അവര് ജീവിക്കുന്നു. അതാണ് ആരുവിനും പറ്റിയത്. ഇത് ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറാന്നേ ഉള്ളൂ. എന്ത് പറഞ്ഞിട്ടാ ഈ ചായ ഞാൻ നിങ്ങളെ വിട്ടെ? എന്റെ കൊച്ചിന് ഒരു പോറല് പോലും ഏൽക്കാതെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ജിനി, നീ ഒന്ന് സമാധാനപ്പെട്ട് എല്ലാം നമുക്ക് ശരിയാക്കാം. എക്സ്ക്യൂസ് മീ, ആരു അവന് ബോധം വന്നു. അവനെ ഇപ്പോൾ ചെന്ന് കാണാം. ആ ഓക്കെ ഡോക്ടർ, അപ്പോൾ ഡിസ്ചാർജ് ഇന്ന് ചെയ്യാൻ പറ്റുമോ? ഹേ, ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അതിന് ഇനിയും 4 ദിവസം എടുക്കും. മോനു നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? നീ ഞങ്ങളോട് ക്ഷമിക്ക്. നിനക്കൊരു നല്ല പാരന്റ് ആവാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. മോൻ ഈ അമ്മയോട് ക്ഷമിക്ക്. വീട്ടിലോട്ട് വന്ന് അമ്മ എന്ത് വേണേലും ഉണ്ടാക്കി തരാം. എൻ്റെ ജീനിക്കുട്ടി, എനിക്കൊന്നുമില്ല. അല്ല ജെസിക്കുട്ടി എവിടെ? ആ മോനെ, ജെസ്സി ഇപ്പൊ ഓക്കെയാണ്. ശരിയെന്നാ, നീ റെസ്റ്റ് എടുക്ക. ഞാൻ ഇവരെ കൊണ്ട് വീട്ടിൽ പോവുക. ഇതുവരെയായിട്ട് ഇവള് ഒന്നും കഴിച്ചിട്ടില്ല. ആരു സ്ട്രേഞ്ചർ? ആ നീ എന്താ ഇവിടെ? അല്ല, നീ എങ്ങനെ ഇവിടെ എത്തി? ഞാനിവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഹേയ് സ്ട്രേഞ്ചർ, നീ കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. നീ എന്നൊന്ന് പറയാൻ വിടൂ, എന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നീ ഇങ്ങനെ നോൺ സ്റ്റോപ്പായി ചോദിച്ചുകൊണ്ടിരുന്ന മഹി, എന്നെ വെറുതെ നീ ദേഷ്യം പിടിപ്പിക്കണ്ട. നീ എങ്ങനെയാ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തുന്നേ? ആരു, ഞാൻ നിന്നോട് പറഞ്ഞത് നീ മറന്നുപോയോ? ഞാൻ നിന്റെ ഒരു ഷാഡോ ആണ്. സോ എനിക്ക് നീ എവിടെയുണ്ടോ അവിടെ വന്നേ വെച്ചു. സോ മിസ്റ്റർ സ്ട്രേഞ്ചർ, നീ കിടന്നുറങ്ങിക്കോ. ഞാൻ ഒരിടത്തും പോയില്ല, ഇവിടെ തന്നെ കാണും. അപ്പോൾ നീ പോവില്ലല്ലോ അല്ലേ? എന്നാ മോർണിംഗ് കാണാം. ഇല്ല, കിടന്നു കേട്ടോ. ആരു, നീ വാ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആരു, കയറി വാ. എടാ, നമ്മളെന്താ ഇവിടെ